+2 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം പ്രഖ്യാപിച്ചു. ഹയർ സെക്കൻഡറിക്ക് 77.97% വിജയം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 72.49% വിജയം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീനാണ് ഔദ്യോഗിക ഫലപ്രഖ്യാപനം നടത്തിയത്. സംസ്ഥാനത്തെ +2 പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 77.97 വിജയശതമാനം. മുൻവർഷത്തേതിനേക്കാൾ നേരിയ വർധന ഇത്തവണയുണ്ട്. 0.16% കൂടുതലാണ് വിജയം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 72.49% വിജയം. ഇതും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1990 സ്കൂളുകളിൽ 3,72,423 പേരാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 2,90,398 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 68.41% ആൺകുട്ടികളാണ് പരീക്ഷ എഴുതിയത്. 86.89% പെൺകുട്ടികളും പരീക്ഷ എഴുതി. സയൻസ് ഗ്രൂപ്പിൽ 84.55%, ഹ്യൂമാനിറ്റീസിൽ 66.38%, കൊമേഴ്സിൽ 74.74% വിജയം. സർക്കാർ സ്കൂളിലെ വിജയശതമാനം 72.66 ആണ്. എയ്ഡഡ് സ്കൂളുകളുടെ വിജയശതമാനം 82.82 30,561 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+ നേടി. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. ഹയർ സെക്കൻഡറിക്ക് 89 മൂല്യനിർണയ ക്യാമ്പുകളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് 8 മൂല്യനിർണയ ക്യാമ്പുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറിയിൽ 22,172 അധ്യാപകരും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 2,210 അധ്യാപകരും മൂല്യനിർണയത്തിൽ പങ്കെടുത്തു. 2026 ഏപ്രിൽ 16 മുതൽ മെയ് 11 വരെ തീയതികളിലായിട്ടാണ് മൂല്യനിർണയം പൂർത്തിയാക്കിയത്. മൂല്യനിർണയത്തോടൊപ്പം ടാബുലേഷൻ ജോലികളും പൂർത്തിയാക്കി. ഈ വർഷത്തെ പ്രായോഗിക പരീക്ഷകൾ 2026 ജനുവരി 22 മുതൽ ഫെബ്രുവരി 15 വരെയാണ് നടന്നത്. 86.65 അപ്പോൾ പ്രാവശ്യം കൂടിയില്ലേ? കൂടി. പെൺകുട്ടികളുടെ വിജയ ശതമാനം ഇത്തവണ കൂടുകയും ചെയ്തു. അപ്പോൾ അതെല്ലാ അർത്ഥത്തിലും സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു സംഗതിയാണ് സമൂഹത്തിന്. പിന്നെ റെഗുലർ സ്കൂൾ ഗോയിങ് കോമ്പിനേഷൻ അടിസ്ഥാനത്തിൽ സയൻസ് ഗ്രൂപ്പ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,87,933. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 1,58,836. വിജയശതമാനം 84.52. ഇത് കഴിഞ്ഞ വർഷം 83.25 അപ്പോൾ ഏകദേശം ഒരു ശതമാനത്തിൽ കൂടുതൽ അല്ലേ? കൂടുതലാണ്. ഇനി അടുത്തത് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 75,923. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 50,398. വിജയശതമാനം 66.38. കഴിഞ്ഞ വർഷം 69.16. അപ്പോൾ ഹ്യൂമാനിറ്റീസിൽ വിജയശതമാനം കുറവാണ്. ഏകദേശം 3% ഹ്യൂമാനിറ്റീസിൽ കുറവാണ്. കൊമേഴ്സ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,08,567. അതിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 81,147. വിജയശതമാനം 74.74. കഴിഞ്ഞ വർഷം 74.21. അപ്പോൾ കൂടുതലാണ്, ഒരു പോയിന്റ് സംതിങ് കൂടുതലാണ്. റെഗുലർ സ്കൂൾ ഗോയിങ് സ്കൂൾ വിഭാഗം അനുസരിച്ച് സർക്കാർ സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,67,430. യോഗ്യത നേടിയവർ വിജയിച്ചവർ 1,21,661. വിജയശതമാനം 72.66. കഴിഞ്ഞ വർഷം 73.23. അപ്പോൾ വിജയശതമാനം 1% കൂടുതൽ കുറവാണ്. എയ്ഡഡ് സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,81,851. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 1,50,604. വിജയശതമാനം 82.82. കഴിഞ്ഞ വർഷം 82.16. 0 പോയിന്റ് സംതിങ് കൂടുതലാണ് എയ്ഡഡ് സ്കൂളിൻ്റെ റിസൾട്ട്. അൺഎയ്ഡഡ് സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 22,821. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 17,841.
ടെക്നിക്കൽ ഫലം 72.82%. 50 പേർക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. വിജയ ശതമാനം കൂടുതൽ ഇടുക്കി ജില്ലയിലും ഏറ്റവും കുറവ് കാസർഗോഡ് ജില്ലയിലുമാണ്. ജൂൺ 29 മുതൽ ജൂലൈ 3 വരെയാണ് ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. VHSE വിഭാഗത്തിലും പെൺകുട്ടികളാണ് മുന്നിൽ. ഇടുക്കി ജില്ലയിലാണ് കൂടുതൽ വിജയ ശതമാനം, കുറവ് കാസർഗോട്ടും. ന്യൂസ് ഡെസ്ക്.